ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാനഡയിൽ ലോങ് വീക്കെൻഡ് ആണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന്. അങ്ങനെ ചില്ലി വാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഇതൊരു കൺട്രി സൈഡാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഇതാദ്യം നമ്മൾ പോയ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൾട്ടസ് ലേക്ക് ആണ്. ആക്ച്വലി സമ്മർ സമയത്താണ് ഇവിടെ ഭയങ്കര തിരക്ക്. നമ്മൾ ഓട്ടം ആ ഒരു സീസണിലാണ് ഇവിടെ എത്തിയത്. ഭയങ്കര തണുപ്പായിരുന്നു, അതുപോലെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴ പെയ്യുന്നതിൻ്റെ റിഫ്ലക്ഷൻ പോലെ സ്ക്രീനിൽ നിങ്ങൾ ഡോട്ട് 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 പോലെ കണ്ടോ? അത് ഈ വെള്ളം വീണിട്ട് ക്യാമറ തുടയ്ക്കാൻ തുണിയില്ലാതെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ കൾട്ടസ് ലേക്കിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ ഏതാനും സമയങ്ങൾ ചിലവഴിച്ചു. ആക്ച്വലി നമുക്ക് ഇതിൽ കൂടി ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി ഈ വെള്ളത്തിലൊക്കെ കുളിക്കുകയോ നീന്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കുളിക്കുകയാണെങ്കിൽ സോപ്പൊന്നും യൂസ് ചെയ്ത് കുളിക്കാൻ പറ്റില്ലേ ഇവിടെ? അതെനിക്കറിയാൻ പാടില്ല, ചിലപ്പോൾ കുളിക്കായിരിക്കും, എനിക്കറിയില്ല. ഞങ്ങൾ കുളിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് നീന്താനും അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല. അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോയും അതും ഇതൊക്കെ പകർത്തി. വേറെ ആരും തന്നെ അവിടെ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ 2 റീൽസ് ഒക്കെ എടുത്ത് ഡാൻസ് കളിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ റീൽസ് ഒന്നും എടുത്ത് ഡാൻസ് കളിക്കേണ്ട, വല്ല തലയും കുത്തി വെള്ളത്തിൽ വീണ ലാസ്റ്റ് ഫയർഫോഴ്സുകാരെ വിളിച്ച് അവർ വന്ന് വലയെറിഞ്ഞ് പിടിക്കേണ്ട അവസ്ഥ വരും. പിന്നെ ഫയർഫോഴ്സിനുള്ള കാശ് കൊടുക്കാനും അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിക്കൊന്നും നിന്നില്ല. കുറച്ച് നേരം വീഡിയോസും അതും ഇതൊക്കെ പകർത്തി ഭംഗി ആസ്വദിച്ച് നോക്കി നിന്ന്. ഇത് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആണ്. ഇത് ബ്രൈഡൽ ഫാൾസ് ആണ്. ഇവിടെ പോകാനായിട്ട് നല്ല രസമായിരുന്നു. കാറിൽ പോയി വഴിതെറ്റി എനിക്കറിയില്ല, ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ ഈ സ്ഥലം എവിടെയാന്ന് അന്വേഷിച്ച് നടന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. ഒരു 15 മിനിറ്റിൽ ഹൈക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സ്റ്റീപ്പായിരുന്നു. 15 മിനിറ്റ് ആണെങ്കിലും എനിക്ക് പ്രയാസമായിരുന്നു, കാരണം ഞാനിങ്ങനെ ഹൈക്കിങ്ങിനൊന്നും പോകാത്ത ഒരാളായിരുന്നു. പക്ഷെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ 15 മിനിറ്റ് നടന്നിട്ട് അറ്റത്തെത്തുമ്പോഴാണ് ഇങ്ങനെ ഈ ഡേഞ്ചറിൻ്റെ ബോർഡ് വെച്ചേക്കണം. ഈ ബോർഡിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പാടില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോഴത്തേക്കും 2 കുട്ടികളും ഒരച്ഛനും അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേർക്ക് കയറാമെങ്കിൽ നമുക്ക് കയറാൻ പറ്റുമെന്നും പറഞ്ഞ് ഞാൻ അറ്റം വരെ പോയി. ഇതാണ് അറ്റത്ത് വന്ന വ്യൂ, വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ താഴത്തോട്ട് ഇറങ്ങണേ. ഇപ്പോൾ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഡേഞ്ചർ വെച്ച ആ ബോർഡിൻ്റെ അങ്ങോട്ട് എത്തും. ഇവിടെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഫുള്ള് മഴയായതുകൊണ്ട് റെയിൻ ജാക്കറ്റും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, കാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതാക്കിയത്. വേറെയും ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡഡ് അല്ലായിരുന്നു, എന്നാലും ഒരു 10-15ഓളം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു സ്റ്റേക്കേഷനാണ്. ആക്ച്വലി ഇതൊരു ഫാം ഹൗസ് ആണ്. 22 ഏക്കേഴ്സ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാം ഹൗസ് ആണ്. ഇവിടെ മെയിനായിട്ട് പലതരത്തിലുള്ള കൃഷികളാണ്. അതായത് ബ്ലൂബെറീസ് ഉണ്ടായിരുന്നു, പൊട്ടറ്റോസ്, ഗാർലിക്, അതുപോലെ ചിക്കൻ, അതുപോലെ ഷീപ്പ്, കൗവ്, അങ്ങനെ ഭയങ്കര ഒരു കൃഷിയാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ എത്തിയ സീസൺ ഈ വിൻ്ററിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞ് കിടക്കുമായിരുന്നു. സമ്മറിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഞാനൊരു ആപ്പിൾ പറിക്കാൻ വേണ്ടി ഈ പരിസരത്തൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഒരു ആപ്പിൾ ട്രീയിൽ പോലും ഒരു ആപ്പിൾ ഇല്ല, എല്ലാം പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ബ്ലൂബെറി ഒക്കെ ആണെങ്കിൽ കരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അത് അടിപൊളിയായിരുന്നു. കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പുറത്ത്, കാരണം ഭയങ്കര റെയിനും ഉണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര ഫ്രീസിങ് ആയിരുന്നു. കയ്യും കാലം ഭയങ്കരമായിട്ട് മരവിച്ചു. നമ്മളപ്പോൾ സ്റ്റേ ചെയ്ത ഈ പ്രോപ്പർട്ടിയുടെ പേര് ഹാരിസൺ ഹമോൺ ഫാം സ്റ്റേ എന്നാണ്. ആക്ച്വലി നമ്മളിവിടെ ഒരു ക്യാബിൻ ബുക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട്, മുടക്കായതുകൊണ്ട് ക്യാബിനൊക്കെ ഓൾറെഡി വേറെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ B3 എന്ന് പറയുന്ന ഒരു റൂമാണ് ബുക്ക് ചെയ്തത്. ഈ നമ്മുടെ വലത്തുവശത്ത് കാണുന്ന ഈ പ്രോപ്പർട്ടിയിലുള്ള ഒരു റൂമായിരുന്നു അത്. ആ റൂമിൽ നിന്നുള്ള വ്യൂ മൗണ്ടൻ വ്യൂ ആയിരുന്നു. സ്റ്റേയും എല്ലാം അടിപൊളിയായിരുന്നു. ഈ സ്റ്റേയിൽ കുറേ പ്രോപ്പർട്ടി ഇങ്ങനെ വിജനമ്പിച്ച് കിടക്കണേ. അപ്പം നമ്മൾ ആ പ്രോപ്പർട്ടിയിലൂടെ 22 ഏക്കറൊന്നും നടക്കാൻ പറ്റില്ല. നമ്മൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന്, പിന്നെ ഇവിടെ ഒരു ഊനാലൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്, അവിടെ പോയി കുറച്ചിരുന്ന് നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, ഇരുന്ന് കഥ പറയാൻ, പല ആക്ടിവിറ്റി ചെയ്യാൻ, അങ്ങനെ ഇങ്ങനെയുണ്ട്. പിന്നെ പോയപ്പോൾ ഒരു സൈഡിൽ കുറച്ച് മഷ്റൂംസ് ഒക്കെ കണ്ട്. ഇത് എന്ത് ടൈപ്പ് മഷ്റൂം ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ നോക്കി അങ്ങനെ നടന്നു. പിന്നെയെന്ന് പറയണത് ഈ ഫാം സ്റ്റേയിൽ നമുക്ക്
മുട്ട മേടിക്കാൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള മുട്ട. അപ്പോൾ ഇവരുടെ വളർത്തണ കോഴി, താറാവ്, അതിൽ നിന്ന് ഇടണ മുട്ട നമുക്ക് $7 കൊടുക്കുവാണെങ്കിൽ 12 മുട്ട കിട്ടും. പിന്നെ ഇത് അതിൻ്റെ അടുത്ത് ഏകദേശം ഒരു 1 മിനിറ്റ് കാറിന് വരാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് മെയിനായിട്ടൊരു കിൽബി പാർക്ക്, RV സെൻറ്ററും ഇങ്ങനെ ബീച്ചും അങ്ങനെ എല്ലാം കൂടിയാണ്. അപ്പോൾ RV സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് RV ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് RVയിൽ സ്റ്റേ ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷനും അതും ഇതൊക്കെ. ഇവിടെ പിന്നെ സ്പീഡ് ബോട്ട് പോലത്തെ ബോട്ടുകൾ ഫിഷിങ്ങിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ട്രെയിൽ പോലെയാണ്, കുറച്ചും കൂടി നടന്നു പോയി റൈറ്റിലോട്ട് പോയി നമുക്കൊരു 10 മിനിറ്റ് നടക്കാനുള്ള ഒരു ട്രെയിലും അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വന്നതിന് മുന്നേ നമ്മൾ 2:30 ആയപ്പോൾ അവിടെ എത്തി. പക്ഷെ നമുക്ക് 3 മണിക്കായിരുന്നു ചെക്ക് ഇൻ. അപ്പം അത്രയും നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആദ്യം വന്ന സ്ഥലം ഇതായിരുന്നേ. പക്ഷെ കുറച്ച് ക്ലൗഡി ആയിരുന്നു ആ സമയത്ത്. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. അതേ ഒരു സ്പീഡ് ലാൻഡ് പോകണുണ്ട്. ഞാൻ കൊച്ചിക്കാരിയാണ്. അപ്പോൾ അവിടെ നമ്മൾ മറൈൻ ഡ്രൈവിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ സ്പീഡ് ലാൻഡ് ഒക്കെ പോണ കണ്ടിട്ടുണ്ട് പണ്ട് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി നടക്കാനായിട്ട് തുടങ്ങി. ഇത് ആ ഫാമിൽ തന്നെയുള്ള നടത്തങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു നടത്തമാണ്. ഏതോ ഒരു സൈഡിൽ കൂടി ഞങ്ങളിങ്ങനെ ഫാം എക്സ്പ്ലോർ ചെയ്ത് പോണേ, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി അങ്ങനെ നടക്കണമായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും അത് കാണുന്നത് ഒരു ക്യാബിനാണ്. ഈ ഫസ്റ്റ് വന്ന ക്യാബിനല്ല, അതെന്തോ തടിപ്പുരയാണെന്ന് തോന്നുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയയിൽ ഊനാല് പോലത്തെ അതൊക്കെ കെട്ടി വെച്ചേക്കണമെന്ന് പറഞ്ഞത്. അവിടെ കുറച്ച് നേരം ഇരുന്ന് ഊനാലാടി. പക്ഷേ അത് നനഞ്ഞിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ പാൻസൊക്കെ ചെറുതായിട്ട് നനഞ്ഞു. ഇതും ആ പ്രോപ്പർട്ടിയിൽ തന്നെ നമ്മൾ വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കണതാണ്. ഭയങ്കര ഗ്രീനറി ആയിരുന്നു. അപ്പം നമുക്ക് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ പച്ചപ്പ് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നടന്നത്. അപ്പോൾ ഒരു ട്രീ കണ്ടു. ഈ ട്രീ ഭയങ്കര വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനത്തെ ഫ്രൂട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഇത് എന്ത് ഫ്രൂട്ടാണ്, ഇതെന്താണ്, ഇത് എഡിബിൾ ആണോ, കഴിക്കാവോ. ഈ സീതപ്പഴത്തിൻ്റെ ഒക്കെ പുറമേ ഉള്ള പോലത്തെ ഒരു തോടായിരുന്നു അതിന്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകം തോന്നിയില്ല. ഇത് എന്താണെന്ന് ആക്ച്വലി എനിക്ക് അറിയാനും പാടില്ല. ഞങ്ങൾ എന്താന്നൊക്കെ അത് ജസ്റ്റ് ഒന്ന് നോക്കി, പക്ഷെ മനസ്സിലായില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും നിങ്ങളിത് പറയണേ, എന്ത് ഫ്രൂട്ടാണ്, കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. ഞാനത് പറിച്ചൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചു. ഇതാണ് നമ്മുടെ സ്റ്റേയിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഉള്ള കോമൺ ഏരിയ പോലെ. ഇവിടെയാണ് നമുക്ക് ചായ വെക്കാനും ഫുഡ് ഓവനിൽ മൈക്രോവേവിൽ ഹീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും. പിന്നെ ഇവിടെ TV ഉണ്ട്, TV ഇരുന്ന് കാണണമെങ്കിൽ TV വെക്കാം. പിന്നെ ഫ്രിഡ്ജിൽ പാൽ അതും ഇതൊക്കെ ഉണ്ട്, എടുത്ത് ചായ വെക്കാം. അങ്ങനെ കുക്കിംഗ് മാത്രം നമുക്കില്ലേ, കുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കിയെല്ലാ ടീ, കോഫി, അതുപോലെ ബ്രെഡ്, ജാം, ബട്ടർ, ഇത്രയും കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ നമുക്ക് തന്നെ വേണമെങ്കിൽ ഫുഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കഴിക്കാം. പക്ഷെ ഇവിടെ നിന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തുള്ളൊരു റൂമാണ് ഇത്. അവരിങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും. പിന്നെ ഈ ഗെയിമിൻ്റെ പേര് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിനിങ്ങനെ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കിക്ക് ചെയ്യണ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റിക്ക് നോക്കിയിട്ടാണെങ്കിൽ അവിടെ എങ്ങും കണ്ടില്ല. കുറേ നോക്കി ഒന്ന് കളിക്കാനായിട്ട്. ഞാനിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് കളിച്ച് പരിചയമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് അവരുടെ ബുക്ക് കളക്ഷൻസും പിന്നെ കുറേ DVD-യും CD-യും അങ്ങനത്തെ ഇതായിരുന്നു. നമ്മുടെ റൂമിൽ അവർ മിസ്റ്റിക് റിവർ എന്ന് പറഞ്ഞാൽ DVD-ൻ്റെ കാസറ്റ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഞാനത് ഇട്ട് പ്ലേ ചെയ്യാൻ നോക്കിയിട്ട് അതാണ് ഫുൾ സ്റ്റക്കായിട്ട് നിൽക്കണത്. അപ്പോൾ പണ്ട് നാട്ടിലും വീട്ടിലൊക്കെ CD കടയിൽ നിന്ന് CD ഒക്കെ എടുത്ത് സിനിമ കാണുന്നതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നു. പിന്നെ ഇത് അവിടെയുള്ള കുറേ ഇതിൻ്റെ ഓണർ എന്തോ മ്യൂസിക് ആയിട്ട് എന്തോ റിലേഷൻ ഉണ്ട്. പുള്ളി എന്തോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കും. അപ്പം നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്കും പുള്ളിനെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് രാത്രി ഇവിടെ ഒരു കസിനോയിൽ പുള്ളിക്ക് എന്തോ ഓർഗന അങ്ങനെ എന്തോ ഒക്കെ വായിക്കാനുണ്ട്, അപ്പോൾ അതിന് പോകും, നമ്മളോട് മാക്സിമം എൻജോയ് എന്നൊക്കെ പറഞ്ഞു. ഇത് പിന്നെ ആ സ്റ്റേയിൻ്റെ അവിടുത്തെ ബാൽക്കണിയാണ്. ഇതാണ് നമ്മൾ റെൻ്റ് എടുത്ത കാർ. ഈ കാറിനാണ് നമ്മൾ വന്നത്. ഇതാണ് വ്യൂവ്. ഇതൊക്കെ പല ക്യാബിനാണ്. ചില ക്യാബിനിൽ ആൾക്കാർ സ്റ്റേ ഉണ്ട്, ചിലത് ഇവരുടെ ഫാം റിലേറ്റഡ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്തേക്കണേ. മോസ്റ്റ്ലി ഈ ബിൽഡിംഗ് ഫുള്ള് തടി യൂസ് ചെയ്താണ് ഇവർ പണിതേക്കണത്. അതിവിടുത്തെ ഒട്ടുമിക്ക ബിൽഡിങ്ങും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു.